പൊന്നാനിക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് എം.കെ. സക്കീർ എന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ സംസ്ഥാനതലത്തിൽ സമഗ്രമായ പരിശോധനയും പ്രാദേശികമായ വിലയിരുത്തലും നടത്തും. അതിന്റെ ഭാഗമായി ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥിയെയാണ് പൊന്നാനിക്ക് ലഭിച്ചത്. പൊന്നാനി തൃക്കാവ് മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നയാളാണ് അഡ്വക്കേറ്റ് എം.കെ. സക്കീർ. മാറഞ്ചേരി മുക്കാല ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ SFI താലൂക്ക് കമ്മിറ്റി അംഗമായും പൊന്നാനി MES കോളേജിൽ SFI യൂണിറ്റ് പ്രസിഡന്റായിരിക്കെ വിജയിച്ച് UUC ആയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പൊന്നാനിക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പാർട്ടി നൽകിയ ചുമതലകളൊക്കെ വഹിക്കുമ്പോഴും സാധാരണക്കാരനായി നിങ്ങളുടെ മുന്നിലെത്തിയത് അദ്ദേഹത്തിന്റെ ലാളിത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതിനെതിരെ നടത്തുന്ന നുണപ്രചരണങ്ങളൊന്നും വിലപ്പോകില്ല. വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നാടല്ല പൊന്നാനി. വളർച്ചയുടെ പാതയിലായ പൊന്നാനിക്ക് തിരക്കുകൾ അഭിമാനമാണ്. പൊന്നാനിയുടെ വളർച്ച തിരക്ക് വർദ്ധിപ്പിക്കുന്നു. അത് നാടിന് നല്ലതല്ല എന്ന നുണപ്രചരണങ്ങൾ വിലപ്പോകില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. ഏറ്റവും ശരിയായി തന്റെ ചുമതലകൾ നിർവഹിക്കുന്ന സഖാവായിരിക്കുമെന്ന ഉത്തമ വിശ്വാസമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി രംഗത്തുള്ളത്. അത് പൊന്നാനിക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലാകെ നമ്മുടെ പാനലിനെ നോക്കുമ്പോൾ, ആ പാനലിലെ വ്യക്തികളെ നോക്കുമ്പോൾ വഖഫ് ബോർഡ് ചെയർമാനും PSC ചെയർമാനും ഒക്കെ ആയി സ്തുത്യർഹമായ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരാൾ ആ പാനലിലുണ്ട് എന്നത് കേരളത്തിലെ ഇടതുപക്ഷ പാനലിനെ നല്ല നിലയിൽ ജനസ്വീകാര്യത ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതെല്ലാം വെച്ചാണ് നമ്മൾ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായിട്ട് എം.കെ. സക്കീറിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എനിക്കുറപ്പുണ്ട്, പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സക്കീറിനെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് വളരെ ജാഗ്രതായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇടതുപക്ഷത്തെ പിന്നിൽ നിന്നും കുത്തിമലർത്താൻ പലതരം ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു ചരിത്ര സന്ദർഭമാണ്. എല്ലാ വർഗീയതകളും സംയോജിപ്പിച്ച് ഇടതുപക്ഷ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ത്യയിലെ എല്ലാ വലതുപക്ഷവും ഒരുമിക്കുന്ന ചരിത്ര സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്തിലെ ഭരണവർഗം അതിന്റെ കണ്ണിലെ കരടായി കാണുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ഉണ്ടാക്കരുത് എന്നുള്ളതിലേക്കുള്ള ഗൂഢാലോചന നടക്കുന്ന കാലമാണ്. ആ എല്ലാ ഗൂഢാലോചനകളെയും അതിജീവിച്ചുകൊണ്ട് 1957 പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുന്നിൽ ചെങ്കോട് ഉയർത്തി EMS നമ്പൂതിരിപ്പാട് നടന്ന വഴികളിലൂടെ പിൽക്കാല ചരിത്രം രചിച്ച ഈ കേരളം മൂന്നാമതും ഇടതുപക്ഷ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ചരിത്രത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുമെന്ന് ഉറപ്പിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ആ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് സഖാവ് സക്കീറിന്റെ ചിഹ്നം ചുറ്റിക അരുവാൾ നക്ഷത്ര അടയാളമാണ്. ആ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് സക്കീറിനെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കള്ളപ്പണം ഒഴുക്കാനും വർഗീയത പ്രചരിപ്പിച്ചും കേരളത്തിന്റെ ഭരണ മികവിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വലതുപക്ഷ രാഷ്ട്രീയം നടപ്പാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ തോൽപ്പിക്കുന്ന ജനവിധിയാണ് കേരളത്തിലും പൊന്നാനിയിലും ഉണ്ടാവുകയെന്ന് PP സുനീർ പറഞ്ഞു. പൊന്നാനിയിലെ മണ്ണ് എന്നും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നുവെന്നും തുടർന്നും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുമെന്നും പരിപാടിയിൽ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ച മുൻ MLA പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു. LDF സർക്കാരാണ് പൊന്നാനിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. പൊന്നാനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വീണ്ടും ഒരു ചരിത്രം ആവർത്തിക്കണമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M.K. സക്കീർ പറഞ്ഞു. നമ്മൾ ഓരോ വീടുകളിലും പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം പറയണം, പൊന്നാനിയുടെ വികസനത്തിൻ്റെ രൂപങ്ങൾ വരച്ചു കൊടുക്കണം. അങ്ങനെ ചരിത്രപ്രധാനമുള്ള ഈ പൊന്നാനിക്ക് വീണ്ടും ഒരു ചരിത്രം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും ഉയർന്ന വിജയം ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടാക്കി നൽകണം. അതിനുവേണ്ടി എന്നാലാവുന്ന സേവന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയുള്ള ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഒരുക്കമാണ്. മുമ്പിച്ചേർന്ന മണ്ണാണ് അത് ഏറ്റെടുത്ത് സഖാവ് പാലോളി സഖാവാണ്. പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോയത് ശ്രീരാമകൃഷ്ണൻ സഖാവാണ്, നന്ദകുമാർ സഖാവാണ്. പൊന്നാനിയുടെ വികസനത്തിൻ്റെ ചിത്രം സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ മൊത്തം വികസനത്തിൻ്റെ വ്യത്യസ്തമായി പൊന്നാനി വളർന്നെങ്കിൽ ഇതൊരു പടി കൂടി നമുക്ക് പൊന്നാനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ അർത്ഥത്തിലും എൻ്റെ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് ഒറ്റവാക്കിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് P. നന്ദകുമാർ MLA അധ്യക്ഷനായി. P.K. കൃഷ്ണദാസ്, P. ശ്രീരാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് P.K. കലീമുദ്ദീൻ എന്നിവർ സംസാരിച്ചു.